അപ്പോഴത്തേക്ക് ഞാൻ അകലെ വെച്ച് കാണുകയാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ അവിടെ അപകടമുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാതാവേ കാത്തുരക്ഷിക്കണേ, കുർബാസന മാതാവേ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചെല്ലിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അകലെ തന്നെ എന്തോ ഒരു ജീവി റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇത്ര സ്പീഡിൽ പോകാം, അടുത്തത് പുറകെ ഉണ്ടാവും, അതിന് മുമ്പ് കടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ച് സ്പീഡ് കൂട്ടി ആ ജീവി കടന്നു പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ബൈക്ക് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. ഒരു വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദമാണ്. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വണ്ടി മറിഞ്ഞു. വണ്ടി ആയിരുന്നു ഞാൻ പിടിവിട്ടില്ല. അപ്പം എന്താ ഇടിച്ചതെന്ന് എനിക്കറിയില്ല, ഞാനൊന്നും കണ്ടില്ല. അപ്പം എൻ്റെ വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് മറിഞ്ഞു. ഞാൻ വണ്ടി തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നു. വണ്ടി മറിഞ്ഞിട്ട് എൻ്റെ മുട്ട് പോയി നിലത്തിടിച്ച് കാൽപാദത്തിലെല്ലാം നല്ല വേദനയായി. അപ്പം ഞാൻ എൻ്റെ മാതാവേ എന്നൊരു ഒറ്റ വിളിയാണ്, അറിയാതെ തന്നെ ഞാൻ വിളിച്ചു പോയി എൻ്റെ മാതാവേ എന്ന്. ആ വണ്ടി അവിടുന്ന് പാളിപ്പാളി ഒരൊറ്റ പോക്കാണ് അവിടുന്ന്. അപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. ഇവർ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അവർ വിചാരിച്ച് ഞാൻ വല്ലോ കള്ളുപിടിച്ച് പോസായിട്ട് വണ്ടി ഇങ്ങനെ വിലങ്ങി പോകുന്നതായിരിക്കുന്നു. ഞാൻ ബാബു ഫിലിപ്പ് ഇടുക്കിന്ന് വരുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ. മാതാവ് അനുഗ്രഹിച്ച് ഇപ്പം എനിക്ക് ഈ വർഷം തന്നെ സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹം തന്നു. ആദ്യമേ തന്നെ അതിനെ പരിശുദ്ധ കന്യാമറിയത്തിനും കൃപാസന മാതാവ് എനിക്ക് അങ്ങേ തിരുക്കുമാരൻ ഈശോ വഴി പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആദ്യം നന്ദി പറയുകയാണ്. എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ ഒരു സാക്ഷി ആദ്യം പറയാനുള്ളത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു 10 കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് കുറച്ച് സ്ഥലം വനപ്രദേശമാണ്. ഞാനിപ്പോൾ ഇടുക്കിയിൽ വരുന്നെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നത് കർണാടകത്തിലാണ്. അവിടെ കുറച്ച് സ്ഥലം വനപ്രദേശത്തോട് വേണം സഞ്ചരിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഈ മാന്, പന്നി, ആന അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുടെ ശല്യം കുറച്ചുള്ളതാണ്. അപ്പം അതിങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് അതിൽ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ഇങ്ങനെ അപകടങ്ങളുണ്ടാകുന്നുണ്ട്. അതിന് ഞാനവിടെ ചെല്ലുന്ന 1 മാസം മുമ്പ് തന്നെ ഒരാളെ പന്നി ആക്രമിച്ച് 1 മാസത്തോളം കിടപ്പിലായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം വെച്ചാൽ എന്നും അത് കാരണം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തന്നെ ജോലി സ്ഥലത്തു നിന്ന് താമസ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അന്ന് അല്പം താമസിച്ച് പോയി. വൈകിട്ട് ഒരു 8 മണിയോളമായി. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ അകലെ വെച്ച് കാണുകയാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ അവിടെ അപകടമുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാതാവേ കാത്തുരക്ഷിക്കണേ, കുർബാസന മാതാവേ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചെല്ലിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അകലെ തന്നെ എന്തോ ഒരു ജീവി റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇത്ര സ്പീഡിൽ പോകാം, അടുത്തത് പുറകെ ഉണ്ടാവും, അതിന് മുമ്പ് കടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ച് സ്പീഡ് കൂട്ടി ആ ജീവി കടന്നു പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ബൈക്ക് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. ഒരു വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദമാണ്. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മറിഞ്ഞു. വണ്ടി ആയിരുന്നു ഞാൻ പിടിവിട്ടില്ല. അപ്പം എന്താ ഇടിച്ചതെന്ന് എനിക്കറിയില്ല, ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ എൻ്റെ വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് മറിഞ്ഞു. ഞാൻ വണ്ടി തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നു. വണ്ടി മറിഞ്ഞിട്ട് എൻ്റെ മുട്ട് പോയി നിലത്തിടിച്ച് കാൽപാദത്തിലെല്ലാം നല്ല വേദനയായി. അപ്പോൾ ഞാൻ എൻ്റെ മാതാവേ എന്നൊരു ഒറ്റ വിളിയാണ്, അറിയാതെ തന്നെ ഞാൻ വിളിച്ചു പോയി എൻ്റെ മാതാവേ എന്ന്. ആ വണ്ടി അവിടുന്ന് പാളിപ്പാളി ഒരൊറ്റ പോക്കാണ് അവിടുന്ന്. അപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. ഇവർ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അവർ വിചാരിച്ച് ഞാൻ വല്ലോ കള്ളുപിടിച്ച് പോസായിട്ട് വണ്ടി ഇങ്ങനെ വിലങ്ങി പോകുന്നതായിരിക്കുന്നു. ചേട്ടോ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്താൻ എനിക്കപ്പോൾ ഒന്നും തോന്നില്ല. ഞാൻ മാതാവേന്ന് വിളിച്ച് ഇങ്ങനെ വണ്ടി മുറുക്കെ പിടിച്ചങ്ങിരിക്കുക. ഈ വണ്ടി കുറച്ച് ദൂരം മുന്നോട്ടങ്ങ് പോയി നല്ല നേരെയായി. അപ്പോൾ ലെവൽ റോഡായി. അപ്പോഴത്തേക്ക് എൻ്റെ വിചാരം എൻ്റെ കാലിന് അതിശക്തമായ വേദനയുണ്ട്, കാലൊടിഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രകാശമുള്ള സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് നോക്കാം, കാല് നീരാവും പ്രശ്നമാകുന്ന ഓർത്ത് വിചാരിച്ച് ഞാൻ ഒരു പോസ്റ്റിന് ചുവട്ടിൽ ലൈറ്റുള്ളടത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ വണ്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ കാലിൻ്റെ മുട്ടിന് ശകലം തൊലി പോയിട്ടുണ്ട്, കാലിൻ്റെ പാദത്തിൽ ശകലം തൊലി പോയിട്ടുണ്ട്. മാതാവ് എന്നെ ഇവിടെ അതിന് കാത്തുരക്ഷിച്ചു. അങ്ങനെ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ല. അപ്പം അന്ന് പോലും മാതാവിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഒരു മരണത്തിൽ നിന്ന് ഞാൻ കാത്തുരക്ഷിച്ചിട്ട് നീ എന്തുകൊണ്ട് സാക്ഷ്യപ്പെടുന്നില്ല, മഹത്വപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ഒരു കാട്ടുപന്നിയായിരുന്നു വണ്ടിയുടെ ബാക്കി വന്ന് ഇടിച്ചത്. അപ്പം അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് പന്നിയാണ് വന്ന് ഇടിച്ചെന്നുള്ളത്. അപ്പോൾ അതിന് പുറകെ വന്ന വണ്ടിക്കാർ പറഞ്ഞു പന്നി ഇടിച്ചിട്ട് അറിഞ്ഞില്ലേ എന്നാണ് ചോദിച്ചവർ. അപ്പോൾ ഞാൻ മറിഞ്ഞു വീഴുന്നവർ കണ്ടില്ല. അങ്ങനെ മാതാവ് എന്നെ കാത്തുരക്ഷിച്ചു. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് 2 പ്രാർത്ഥനാ സഹായങ്ങളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ട് യൂട്യൂബിൽ അത് കണ്ടിട്ട് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ബാബു ഫിലിപ്പ് എന്നാണോ പേര് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പം നിങ്ങളുടെ സാക്ഷ്യം ഞാൻ കേട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് യൂട്യൂബിലുണ്ടെന്ന്. ഞാനതുവരെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു, എനിക്ക് ഉപ്പും തേനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? ഞങ്ങൾ പണ്ട് കൃപാസനത്തിലൊന്ന് പോയതാണ്. അന്ന് എൻ്റെ മകൻ ഉടമ്പടി എടുത്തു. പക്ഷേ അന്ന് കൃപാസനത്തെ പറ്റി ഇത്രയും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവൻ മേടിച്ച സാധനമൊക്കെ അവൻ ഖത്തറിന് ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോയി. എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ഇച്ചിരി ഉപ്പും തേനും തരാമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ സന്തോഷത്തോടുകൂടി ഒരു കൃപാസനത്തിലുള്ള മതാവിൽ വിശ്വാസമുള്ള ഒരാളെ കിട്ടിയെന്ന് ഓർത്ത് ഞാൻ ഈ ഉപ്പും തേനും എടുത്ത് ആ ചേച്ചി കൊടുത്തു. അത് കഴിഞ്ഞ ദിവസം ചേച്ചി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു കുഴൽക്കിണർ അടിക്കാൻ പോവാണ്, ചേട്ടനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അതിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു ഇതേ ഇവിടെ ഞങ്ങൾ കിണർ കുഴിക്കുന്നത് എന്ന് പറഞ്ഞു, സാധനം കണ്ട സ്ഥലം. അപ്പം ഞാൻ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാമതൊരാളെ വിളിച്ച് സാധനം കാണിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി ഉറച്ച വിശ്വാസത്തോടെ പറയണേ, കൃപാസന മാതാവ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്,
ഉറപ്പായിട്ടും വെള്ളം കിട്ടും, എൻ്റെ മാതാവ് എനിക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി കിണറടിക്കുന്നതിന് മുമ്പ് ചേച്ചി പ്രാർത്ഥിക്കണം, കുർബാസന മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇട്ട് അവൻ അച്ഛനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഉപവാസമൊക്കെ എടുത്തിട്ട് കിണർ കുഴിക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ കിണർ കുഴിക്കാനായിട്ട് വണ്ടി വന്നപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട്, കിണർ കുഴിക്കാൻ പോവുകയാണ്, ചേട്ടൻ പ്രാർത്ഥന കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം, സമയമുണ്ട് ഇവിടം വരെ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഞാൻ തിരക്കില്ല, പണിയിലാണ്, അതുകൊണ്ട് ഇപ്പോൾ സമയമില്ല, സമയം കിട്ടും വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി ഒരു 200 അടി അടിച്ചപ്പോൾ പറഞ്ഞു 250 അടിക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ്. 200 അടി അടിച്ച് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അടിച്ചോളാം പറഞ്ഞു. അത് കഴിഞ്ഞൊരു 300 അടിയായപ്പോൾ എന്നെ വിളിച്ച് രാത്രി 8-8:30 ആയപ്പോഴത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം കിട്ടിയില്ല ചേട്ടാ, പാറപ്പൊടി തന്നെയാണ്, ചേട്ടൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ കയറി പ്രാർത്ഥിക്കുന്നത് തിരിയൊക്കെ കത്തിച്ച്, നീലത്തിരിയും പച്ചത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി വെള്ളം കിട്ടിയാലെന്നാണല്ലോ മാതാവ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് വെള്ളം കിട്ടിയാലെന്നാ ചേച്ചിയോട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു ചേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്, അപ്പം ചേട്ടന് വെള്ളം കിട്ടുമെന്നുള്ള വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അവൻ അല്ലേ ചേട്ടാ കിട്ടും ചേട്ടാ വെള്ളം കിട്ടും എന്നാലും ചേച്ചി വീണ്ടും ഉറപ്പിച്ച് പറയുക. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് വെള്ളം കിട്ടിയാലെന്നാണല്ലോ മാതാവ് പറഞ്ഞത്, ഇപ്പം വെള്ളം അവർക്ക് കിട്ടുന്നില്ല, അവർ ലോൺ എടുത്താണ് കിണറടിക്കുന്നത്. ആ ചേച്ചിയുടെ വിശ്വാസത്തെ ഓർത്തെങ്കിലും മാതാവ് അങ്ങ് വെള്ളം കൊടുക്കണം, പക്ഷേ വെള്ളം കിട്ടുമ്പോൾ മാതാവാണ് വെള്ളം കൊടുത്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ വെള്ളം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈ കാശുവോ എടുത്തു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട്. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പറയുകയാണെ നീ ഉടമ്പടി ഉപ്പെടുക്കെ, ഉടമ്പടി എടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടേ, അപ്പം വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് കയറി ഉടമ്പടി ഒപ്പൊക്കെ എടുത്ത് ഒരു പേപ്പറെടുത്ത് കുറച്ചെടുത്ത് പ്രാർത്ഥിച്ച് മാതാവിനെ രൂപത്തിലൊക്കെ വെച്ച് ഞാൻ കൊണ്ടുപോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ചേറെ ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട്. വെള്ളം കിട്ടിയിട്ടില്ല, 300 അടി അവളുമായി. അപ്പം കിണർ അടി നിർത്താമെന്നുള്ള രീതിയിൽ നിൽക്കുക. ഉടനെ ഞാൻ അവരും കാണണ്ടെന്ന് പ്രതീക്ഷിച്ച വണ്ടിയുടെ മറുസൈഡിൽ കൂടെയാണ് കിണറടിക്കുന്നിടത്തേക്ക് ചെയ്തത്. അവിടെ ചെന്നപ്പം പാറപ്പൊടി മാത്രമേ ഉള്ളൂ, വെള്ളത്തിൻ്റെ യാതൊരു നനവുമില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അങ്ങയുടെ മഹത്വം ഇവിടെ തെളിയിക്കണം, എല്ലാവരും അറിയണം അങ്ങാണ് വെള്ളം കൊടുത്തതെന്ന്, അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ തന്നെ വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കശുവൊക്കെ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഈ ഉപ്പ് നീ കൊണ്ട് ഉപ്പിടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നതാണ്, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ മടി, അവരെന്നെ ആരും കാണുന്നില്ല, ഞാൻ പറയുന്ന പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനങ്ങനെ മടിച്ചു നിന്നു. അപ്പം മടിച്ചു നിന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസപ്രമാണം ചെല്ലുകയാണ്, അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം ഇതല്ല അത്ഭുതം സംഭവിച്ചത് വേറൊന്നാണ്. ഞാനിവിടെ ഉപ്പിടാൻ മടിച്ചു നിന്ന സമയത്ത് ആ ചേച്ചി അതിന് കുറച്ച് മുമ്പ് ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും പറഞ്ഞു വെള്ളം കിട്ടിയാൽ ഇനിയും വെറുതെ കാശ് കളയണ്ട, നിർത്തിക്കോളാൻ പറയുക. ആ സമയത്ത് ചേച്ചി പറഞ്ഞു വെള്ളം കിണറടി നിർത്താൻ പറ്റട്ടെ, ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ കിണറടിക്കണം, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചി മുറി കയറി, ചേച്ചിക്ക് ഒരു പ്രാർത്ഥനാ റൂമുണ്ട്, അവിടെ കയറി ബൈബിൾ വായിക്കുക. അപ്പോൾ ആ ചേച്ചിക്ക് പ്രചോദനം ഉണ്ടാവുകയാണ്, നീ എഴുന്നേറ്റ് പോയി തേനും ഉപ്പും ആ കിണറ്റിൽ നിക്ഷേപിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടുക. ഉടനെ പെട്ടെന്ന് ചേച്ചി എഴുന്നേറ്റ് വന്നിട്ട് അവരോട് പറയും നിർത്ത വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ച് വെള്ളം കിട്ടാത്തതുകൊണ്ട് നിർത്താൻ പറഞ്ഞാന്ന് വിചാരിച്ചു. അവർ വണ്ടി നിർത്തി എന്താണെന്ന് ചോദിച്ചു. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ചേച്ചി ആ പൈപ്പിലൊരു 3 കുരിശും വരച്ച് ഈ കുർബാസന മാതാവിൻ്റെ ഉപ്പാണ് എന്ന് പറഞ്ഞ് ഉപ്പ് ഇട്ട് തേന് ശാല ഒഴിച്ചു. എന്നിട്ട് കൈ വിരിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുർബാസന മാതാവ് ഇവിടെ നാനാജാതി മതസ്ഥരാണുള്ളത്, ഇവർക്കാർക്കും കുർബാസന മാതാവിനെ പറ്റി അറിയില്ല. ഇവരെല്ലാവരും ബോധ്യപ്പെടുത്തക്ക രീതിയിൽ ഈ പൈപ്പ് തീരുന്നതിന് മുമ്പ് വെള്ളം തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൈ വിരിച്ച്. അപ്പോഴത്തേക്ക് നീ എന്തായി കാണിക്കുന്നത് ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവ് വന്ന് പിടിച്ചോണ്ട് പോവാ. ഇല്ലല്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ മാതാവ് വെള്ളം തരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ പൈപ്പ് തീരുന്നതിന് മുമ്പ് വെള്ളം തരണേന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലുന്നത്. ഞങ്ങൾ 2 പേരും ഒരേ സമയത്താണ് വിശ്വാസപ്രമാണം ചെല്ലിയത്. ആ പിറ്റേ ദിവസം ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പം വെള്ളം ഇങ്ങനെ വരുവാണ്. കുറച്ച് ആദ്യം ചരൽ വന്നു, അത് കഴിഞ്ഞ് വെള്ളം വന്നു. അവർക്ക് സമർത്ഥമായ വെള്ളം കിട്ടി. 3.5 ഇഞ്ച് വെള്ളം ആ ഒരു പൈപ്പേ താത്തുള്ളൂ. പിന്നെ അവർ പറഞ്ഞു ഒരു പൈപ്പ് കൂടെ താക്കാമെന്ന് പറഞ്ഞു. ഒരു പൈപ്പ് കൂടെ താത്ത് 340 സമർത്ഥമായ വെള്ളം 3.5 ഇഞ്ച് വെള്ളം കിട്ടി. അതുപോലെ തന്നെ അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. മാതാവിന് അതിന് പ്രത്യേകം 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ നടന്നൊരു സംഭവം, ആ ചേച്ചിയുടെ മകൻ ആക്സിഡൻ്റൊക്കെ ആയി ഇവിടെ നിന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പോയ ആളാണ്. കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മേലാതെ ഒരു 2 വർഷക്കാലവും മേലാതിരുന്നു. കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഖത്തറിൽ ജോലിയുണ്ട്, നേഴ്സാണ്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഖത്തറിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് 10 മാസമായിട്ടും ജോലി ലഭിച്ചില്ല. അപ്പോൾ ഈ ചേച്ചിയോട് പറഞ്ഞു ഈ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കിട്ടി, ഒരു കാര്യം ചെയ്യും എൻ്റെ മകന് ജോലി കിട്ടണം. അതുപോലെ തന്നെ എൻ്റെ മകൾ വിവാഹം കഴിച്ചിട്ട് 6 വർഷമായി, ഇതുവരെ പിള്ളേരൊന്നുമില്ല, കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് കുട്ടികളുണ്ടാകാനും പ്രാർത്ഥിക്കണം, മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പ്രാർത്ഥന സമയത്ത് ഇങ്ങനെ പ്രത്യേകം പ്രാർത്ഥിച്ചു, ദൈവമേ ആ മകന് നല്ലൊരു ജോലി കൊടുക്കണേ, അതുപോലെ തന്നെ ആ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു 63 ഒരു 73 തെളിഞ്ഞു വരുവാണ് ദിവസം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ചേച്ചി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു 63 73 കാണിക്കുന്നുണ്ട്.
അതാദ്യം ഞാൻ മകന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് 63 ദിവസത്തിനുള്ളിൽ മകന് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു വളരെ നല്ല കാര്യമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയി. കഴിഞ്ഞൊരു 4 ദിവസം കഴിയുമ്പോൾ പറഞ്ഞു ഒരു സന്തോഷവാർത്ത വരുന്നുണ്ട്, ഞാൻ 2 ദിവസം കൂടെ കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. 6ാമത്തെ ദിവസം ചേച്ചി പറയുകയാണ് മകനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഇപ്പം ജോലി കിട്ടും, ട്രെയിനിങ് കയറി 1 മാസം കഴിയുമ്പോൾ ജോലി കിട്ടുമെന്ന്. അതിന് മാതാവിന് നന്ദി സ്വസ്ത്രം. അതുപോലെ തന്നെ മകളുടെ കാര്യം 73 ദിവസമാണ് പറഞ്ഞത്, 73 ദിവസം ആയിട്ടില്ല. അതിപ്പം ഈ 9-ാം തീയതി അവിടുന്ന് അവധിക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ തക്കവിധം മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2 മാസം മുമ്പ് ചിലന്തി, അതായത് ഈ 8 എന്ന് പറയുന്ന സംഭവം എന്നെ കടിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കും, എന്നിട്ട് പൊട്ടും, എന്നിട്ട് വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യമൊക്കെ ഇച്ചിരി മൈൻഡ് ചെയ്യാൻ നടന്നു. അതിന് ദേഹത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി ദേഹം മുഴുവനാകും, അത് ഇച്ചിരി വിഷയമുള്ള കാര്യമാണ്. പാമ്പ് കടിച്ചാൽ കുഴപ്പമില്ല, ചിലന്തി കടിച്ച് കഴിഞ്ഞാൽ അത് ദേഹം മുഴുവൻ പൊട്ടിക്കൊണ്ടിരിക്കും, വെള്ളം വന്നുകൊണ്ടിരിക്കും. ആ സമയമാകുമ്പോൾ എല്ലാ വർഷവും പൊട്ടും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഗവൺമെൻറ് ആശുപത്രിയിൽ ഇതിന് മരുന്നുള്ളൂ, നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി കാശ് കൊടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് ഞാൻ ഉള്ളിൽ കഴിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു, തേനെടുത്ത് കഴിച്ചു. എന്നിട്ട് മാതാവോട് ഞാൻ പറഞ്ഞു, മാതാവേ അങ്ങയുടെ തൈലവും അങ്ങയുടെ ഉടമ്പടി ഉപ്പുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതുകൊണ്ട് മാറുവാണെങ്കിൽ മാറിക്കോട്ടെ, ഞാൻ ഇനി മരുന്ന് ഉപയോഗിക്കില്ല, ഇതല്ലേ എൻ്റെ സഹനമായിട്ട് എൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ ആ കാര്യത്തെപ്പറ്റി മാതാവിനെ വെച്ചു. അപ്പോൾ ചൊറിയുമ്പോൾ ഞാൻ ചൊറിയും പൊട്ടും ഇങ്ങനെ എന്നെനിക്ക് ചോദിച്ചില്ല. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ദേഹം ചൊറിയണേ, കൂടുതലും വീട്ടിൽ റൂമിൽ വന്നു കഴിയുമ്പോഴാണ് ചൊറിച്ചിൽ കൂടുന്നത്. അപ്പോൾ ഞാനതൊരു സഹനമായിട്ട് കാര്യം, മാതാവേ സഹനമായിട്ട് ഇരുന്നോട്ടെ, കർത്താവ് കാവൽ താമലിൽ എന്തുമാത്രം സഹനിച്ചു, അതിൻ്റെ ഒരു സഹനമായിട്ട് എനിക്ക് ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് കുറച്ച് ക്രമേണ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി. എൻ്റെ ദേഹത്തോട് പാടുണ്ടായിരുന്നു, പാടുപോലും ഇല്ലാതെ കംപ്ലീറ്റ് അത് ആ ചിലന്തി കടിച്ച പാടുകൾ മാറി, ചൊറിച്ചിൽ മാറി, എല്ലാം മാറി. അങ്ങനെ എനിക്ക് രോഗസൗഖ്യം നൽകി. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ടൗണിൽ പോയാൽ മേടിക്കുന്നത് 10 പാരസെറ്റമോളിൻ്റെ ഗുളികയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ശരീരവേദന, പനി, ജലദോഷം, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും, അതിനാരും മേടിക്കുന്നത്. പക്ഷേ ഞാൻ ഈ 1 വർഷമായിട്ട് ഉടമ്പടി എടുത്ത പിന്നെ അങ്ങനെ ഗുളികയും മേടിച്ചിട്ടില്ല, മരുന്നും മേടിച്ചിട്ടില്ല. എൻ്റെ മരുന്ന് എന്ത് അസുഖം ഉണ്ടായാലും ഉടമ്പടി തൈലം, ഉപ്പ്, തേന്, ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും ഇതായിട്ട് കിട്ടിയത് എൻ്റെ ജീവിതം മാറിയെന്നുള്ളതാണ്. ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൃപാസനത്തിലല്ല നിൽക്കുന്നത്, ചിലപ്പോൾ മിക്കവാറും ജയിലിലായിരുന്നു. ഇനിയും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞാൻ അവസരം കാത്തിരുന്ന ഒരാളാണ്. എനിക്ക് ഒരു വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടായി, ശത്രുത ഉണ്ടായി. അപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അവരെന്നെ പുറത്തുനിന്ന് മുറി പൂട്ടി. പുറത്തുനിന്ന് മുറി മൂട്ടിയിട്ട് അവർ പോലീസെ വിളിച്ചു വരുത്തി. അപ്പോൾ പോലീസുകാർ വന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു എന്തോ അവിടെ വലിയ ഭയങ്കര പ്രശ്നം, ബാബുവിൻ്റെ അടുത്ത് പ്രശ്നം, ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പോൾ സംഭവമൊന്നുമില്ല, അവരുടെ തെറ്റിദ്ധാരണയാണ്. പോലീസ് അവരെ വഴക്കും പറഞ്ഞിട്ട് പോയി. പക്ഷേ എല്ലാവരും അറിഞ്ഞില്ലേ, നാണക്കേടായില്ലേ. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര വൈരാഗ്യമായി. അപ്പോൾ ഇവരെ എങ്ങനെയും കൊലപ്പെടുത്തണം. പിന്നെ എൻ്റെ മനസ്സിൽ ചിന്തയാണ്, ഇവരെ ഇനി വ്യാഴിക്കാൻ പാടില്ല, ഇവരിനി ആരോടും ഇങ്ങനെ ചെയ്യരുത്. അതൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനെ പുരുഷന്മാരുടെ സ്ത്രീ ഇങ്ങനെ അത്രയും മോശമായ സത്യം എന്തെന്നറിയാതെ പെരുമാറരുത്, അതുകൊണ്ട് ഇവിടെ ഇനി ജീവിച്ചിക്കാൻ അനുവദിക്കരുതെന്നൊരു ധാരണയിൽ ഞാൻ പോയി 2 ലിറ്റർ പെട്രോളും ആസിഡ് മേടിച്ചു വന്നു. എന്നിട്ട് അതും പറഞ്ഞിട്ട് ഒരു കത്തിയും കൂടെ മേടിച്ചു. എന്നിട്ട് ഇതും വെച്ച് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഇവർക്കൊരു അവസരം കാത്തിയായിരിക്കുകയാണ് ഇത് ഉപയോഗിക്കേണ്ട. അപ്പോഴത്തേക്ക് ഇത് എൻ്റെ മുതലാളി അറിഞ്ഞു, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന മുതലാളി എന്നിട്ട് പുള്ളി പറഞ്ഞു, ആ പുള്ളിയോട് ഇനി ഒന്നിനും പോയേക്കല്ല, പുള്ളി ആസിഡ് മേടിച്ച് വെച്ചിട്ട് കത്തി മേടിച്ചിട്ടുണ്ട്, പുള്ളി എപ്പോഴാണ് പ്രയോഗിക്കുന്ന തരത്തിലവിടെ സൂക്ഷിച്ച് നടന്നോളം കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പം ഞാനതായിട്ട് ഈ അവസരം പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പം മാതാവ് അതിനനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പത്രം കിട്ടുന്നതും ഞാൻ കൃപാസനത്തിൽ വരുന്നതും. എനിക്ക് അതോടുകൂടി മാറ്റം വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് 7ാമത്തെ ദിവസം പറഞ്ഞു, ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ ചെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വേറൊരു ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ആ ചേച്ചി ഒന്ന് കാണണം എന്ന് പറയണമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചേച്ചിയോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അതിന് ആ ചേച്ചി വെച്ച് നിങ്ങളൊന്നും ചെയ്തില്ല, അവരല്ലേ ചെയ്തത്, പിന്നെ നിങ്ങൾ തന്നെ ക്ഷമ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഞാൻ അവരെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് അവരോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെ എന്നെപ്പറ്റി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ക്ഷമ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ചേച്ചി അങ്ങ് പോയി. കഴിഞ്ഞാൽ അതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞു എന്നെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ ദ്രോഹിക്കാനിരുന്നതാണ്. അതിന് ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിച്ചു, നിങ്ങളോട് മാപ്പ് ചോദിക്കുക, അവരോട് മാപ്പ് ചോദിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം ജയിലിൽ കിടക്കേണ്ട ആളാണ്, ഇപ്പോൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അപ്പം ദൈവം നമ്മളെ ഏത് കാര്യത്തിനും നമ്മളെ വിടൂല, നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ സ്തുതിപാഠകരായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ദൈവത്തെ ഏത് സമയവും സ്തുതിച്ചുകൊണ്ടിരിക്കുക. അന്നൊക്കെ എൻ്റെ ധാരണ എന്നോട് ആരെങ്കിലും ഇന്നൊരു ശത്രുത ഉണ്ടായാൽ അവരെ എങ്ങനെ നശിപ്പിക്കാം, അവർക്ക് എങ്ങനെ ദോഷം ചെയ്യാം, ആ ഒരു ചിന്തയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിലും പണി ചെയ്യുമ്പോഴും ഒക്കെ ആ ചിന്തയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. എൻ്റെ യേശുവെ നന്ദി, ദൈവമേ നന്ദി, കൃപാസന മാതാവേ നന്ദി, യേശുവെ സ്തുതി, ഇങ്ങനെയുള്ള ഇത് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തിരി കത്തിക്കും.
മാതാവിന് മുമ്പ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് സുഖമായൊരു നിദ്ര നൽകിയതിന് എനിക്ക് നന്ദി പറയുന്നു. ഇനി എല്ലാവിധ അനുഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ തിരികെന്നാണ് സ്റ്റൗവിലേക്ക് തീ പിടിപ്പിക്കുന്നത്. ദൈവമേ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിനൊരു മുടക്കവും വരുതേ എന്ന് പറഞ്ഞാണ് തീ കത്തിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ 1/4 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായിക്കും, പ്രാർത്ഥന എല്ലാം നടത്തും. അത് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഈ കാശുരൂപത്തെ തൊട്ട് മാതാവിനോടും പിതാവായ ദൈവത്തോടും ഈശോയോടും പ്രാർത്ഥിക്കും. എന്നിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത്. എപ്പോൾ തിരിച്ച് വന്നാലും ഞാൻ തിരി കത്തിച്ച് മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പുറത്ത് വീണ്ടും 10 പ്രാവശ്യം പുറത്ത് പോയാലും ഈ 10 പ്രാവശ്യം ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഇത് തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും ഈശോയുടെ ദൈവസ്നേഹത്തിൽ വളരെ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് എന്നിൽ ദൈവസ്നേഹം വന്ന് നിറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം പ്രാർത്ഥിക്കും, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ദൈവം ചെറുതും വലുതായ അനുഗ്രഹങ്ങൾ എനിക്ക് ഒത്തിരി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പന്നിയുടെ ഈ പ്രശ്നം ഉണ്ടായ പിന്നെ ഞാൻ ആഗ്രഹിച്ചു ദൈവം മാതാവേ എനിക്ക് അവിടെ അടുത്തൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അവർ ഒരു പാർട്ടി അവിടെ ഒരു വീട് പണിയുക അവർക്ക് താമസിക്കാനായിട്ട്. അപ്പോൾ എന്നോട് ഒരു ദിവസം പറയണം ഈ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ വീട് എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കവിടെ താമസിക്കാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് താമസിക്കാൻ വേണ്ടി വീട് പണി നിങ്ങൾക്ക് തരാൻ പോകണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തന്നെ എന്നോട് പറയണേ ഈ വീട് വേണേൽ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളിവിടെ താമസിച്ചോളാം. അപ്പം മനസ്സിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചാൽ മതി. അപ്പം മാതാവ് വരും. അപ്പോൾ അവിടെ ഒരു ആൾക്കൊരു 3-4 വണ്ടിയുണ്ട്. അപ്പം പലരും ചോദിച്ചിട്ട് പുള്ളി വണ്ടിയൊന്നും കൊടുക്കില്ല. അപ്പോൾ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു, അപ്പം പറഞ്ഞ ആ കാറിങ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. അപ്പോൾ ഈ സംശയങ്ങളോട് പറയണേ ഒത്തിരി പേര് ചോദിച്ചത് ഈ കാറ്, പക്ഷേ ഈ കാറ് നിനക്ക് വേണേൽ ഞാൻ തരാം, വേറെ ആർക്കും കൊടുക്കില്ലെന്നോ. ഞാൻ പറഞ്ഞു എന്ത് അത് നിനക്ക് കാറ് തരണമെന്ന് എനിക്ക് തോന്നുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാറിന് വേണ്ടി, എനിക്ക് ഓമിനിയെ വേണ്ടി, കാറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ മതി, കൂടുതൽ യാചിച്ച് അപേക്ഷിക്കൊന്നും വേണ്ട. ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പം 6 നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് പുതുക്കിയപ്പോൾ ഇപ്പം 3 പ്രാവശ്യം പുതുക്കിയപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരാവശ്യവും ബാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് 3 ആവശ്യങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി വെച്ച് അത് സാക്ഷ്യം എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഭാഗം തീർന്നു. പിന്നെ അത് മാതാവിനെ ഏൽപ്പിച്ചു. അതേപ്പറ്റി ഞാൻ പ്രാർത്ഥിക്കും ഇത്ര മാത്രമേ ഉള്ളൂ. മാതാവേ ഉടമ്പടി എടുത്തപ്പോഴും പുതുക്കിയപ്പോഴും ആവശ്യമായി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന സഹായം എനിക്ക് സഹായിച്ചു തരണമേ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആവശ്യങ്ങളൊന്നും പറയാറില്ല. കാരണം ആവശ്യങ്ങൾ നമ്മൾ മാതാവിനെ ഏൽപ്പിച്ചാൽ അത് മാതാവിന് എപ്പോഴാണോ അതിൻ്റെ സമയം വെക്കുന്നത് അപ്പം മാതാവ് നമുക്ക് മേടിച്ചു തരും. അതുകൊണ്ട് നമ്മൾ പിന്നെ അന്നന്ന് വേണ്ടിയ ആഹാരം, അന്നന്ന് വേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നു, അത് നമുക്ക് സാധിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് മാതാവിന് തിരുക്കുമാരൻ ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. മാതാവിൻ്റെ കൈവളയിലാണ് നടക്കുന്നത്. അതിന് വളരെയേറെ നന്ദി.